नमः ॐ विष्णुपादाय कृष्णप्रेष्ठाय भूतले श्रीमदे भक्तिवेदान्त स्वामिन् इति नामिने। नमस्ते सारस्वते देवे गौरवाणी प्रचारिणे निर्विशेषशून्यवादी पाश्चात्यदेशतारिणे। जय श्रीकृष्णचैतन्य प्रभु नित्यानन्द श्री अद्वैत गदाधर श्रीवासादि गौरभक्तवृन्द। हरे कृष्ण 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 हरे हरे, हरे राम 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 हरे हरे। हरे कृष्ण 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 हरे हरे, हरे राम 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 हरे हरे। हरे कृष्ण 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 हरे हरे, हरे राम राम हरे हरे. പരമദിവ്യോത്തമ പുരുഷനായ ശ്രീകൃഷ്ണ ഭഗവാന്റെ കഥകളാണ് ശ്രീകൃഷ്ണ എന്ന പുസ്തകത്തിലൂടെ പറയുന്നത്. ഓം നമോ ഭഗവതേ വാസുദേവായ, ഓം നമോ ഭഗവതേ വാസുദേവായ, ഓം നമോ ഭഗവതേ വാസുദേവായ. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേത്. നഷ്ടപ്രായേഷു ഭദ്രേഷു നിത്യം ഭാഗവത സേവയാ ഭഗവത്യുത്തമശ്ലോകേ ഭക്തിർഭവതി നഷ്ടികി. അധ്യായം 36. കേശിമഥനവും വ്യോമാസുരവധവും. പേജ് നമ്പർ 339. കംസന്റെ നിർദ്ദേശത്തെ തുടർന്ന് കേശി അത്യുഗ്രനായ കുതിരയുടെ രൂപം കൈക്കൊണ്ടു. ഓരോ കുളമ്പടിയിലും ഭൂമിയിൽ കുഴികളുണ്ടാക്കിക്കൊണ്ടു വൃന്ദാവന പ്രദേശത്തേക്കു കടന്നുവന്ന അവൻ്റെ നീണ്ട കുഞ്ചിരോമങ്ങൾ കാറ്റിൽ പറന്നിരുന്നു. ഹേഷാരവം കൊണ്ടു ഭൂമണ്ഡലത്തെയാകെ കിടിലം കൊള്ളിച്ചു. ഗർജനം കൊണ്ട് വൃന്ദാവനവാസികളിൽ ഒന്നടങ്കം ഭീതി പരത്തി. ആകാശത്തിൽ ചുഴറ്റിക്കൊണ്ടിരുന്ന അവൻ്റെ ഉയർത്തിപ്പിടിച്ച വാൽ ഇടതൂർന്ന മേഘം പോലെ കാണപ്പെട്ടു. ഇതു തന്നെ പോരിനു വിളിക്കുന്നതിൻ്റെ സൂചനയാണെന്നു കൃഷ്ണൻ മനസ്സിലാക്കി. ഭഗവാൻ ആ വെല്ലുവിളി സ്വീകരിച്ചു. യുദ്ധത്തിനു വിളിക്കപ്പെട്ടതോടെ അവൻ സിംഹത്തെപ്പോലെ അലറിക്കൊണ്ട് ഭഗവാന്റെ നേരെ പാഞ്ഞു. ബലിഷ്ഠവും ശക്തവും പാറ പോലെ ദൃഢവുമായ കാലടികൾ കൊണ്ടു ഭഗവാനെ ചവിട്ടി മെതിക്കാൻ അവൻ വെമ്പൽ പൂണ്ടു. എന്നാൽ കൃഷ്ണൻ അതിസമർത്ഥമായി കേശിക്ക് ചുറ്റും നടന്നു തുടങ്ങി. ഏതാനും തവണ ഇങ്ങനെ വട്ടം ചുറ്റിയ ശേഷം അവനെ എടുത്ത് ദൂരെയെറിഞ്ഞു, ഒരു ഉഗ്രനാഗത്തെ ഗരുഡൻ എന്ന പോലെ. അതോടെ കുതിര ബോധരഹിതനായി. എങ്കിലും പെട്ടെന്നു തന്നെ അവന് ബോധം തിരിച്ചു കിട്ടി. വർദ്ധിത വീര്യത്തോടും വളർന്ന കോപത്തോടും കൂടി പിളർന്ന വായുമായി അവൻ വീണ്ടും കൃഷ്ണനെ കടന്നാക്രമിച്ചു. കേശി കൃഷ്ണൻ്റെ അടുത്തെത്തിയപ്പോൾ അദ്ദേഹം തൻ്റെ ഇടതു കൈ ശക്തിയോടെ കുതിരയുടെ വായ്ക്കകത്തേക്കു തള്ളി. അവന് കടുത്ത വേദന തോന്നി. കാരണം കൃഷ്ണൻ്റെ കൈ ചുട്ടുപഴുപ്പിച്ച ഇരുമ്പ് ദണ്ഡുപോലെയാണ് അവൻ അനുഭവപ്പെട്ടത്. അവൻ്റെ പല്ലുകൾ കൊഴിഞ്ഞുപോയി. ക്രമേണ കൃഷ്ണൻ്റെ കൈയ്യ് വികസിച്ചു വളരാൻ തുടങ്ങി. അതോടെ കുതിരയ്ക്കു ശ്വാസം മുട്ടി. ദേഹം വിയർപ്പിൽ കുളിച്ചു. അവൻ തലങ്ങും വിലങ്ങും കാലിട്ടടിച്ചു തുടങ്ങി. അവസാന ശ്വാസത്തോടെ കണ്ണുകൾ പുറത്തേക്കു തള്ളി. മലവും മൂത്രവും ഒപ്പം വിസർജിച്ചു. അവൻ്റെ പ്രാണൻ പൊലിഞ്ഞു. അതോടെ അവൻ്റെ വായ് കൂടുതൽ പിളർന്നു. വിഷമം കൂടാതെ കൃഷ്ണൻ അവൻ്റെ വായിൽ നിന്നും കൈ ഊരിയെടുത്തു. ഇത്ര എളുപ്പം കേശിയെ വധിച്ചതിൽ അദ്ദേഹത്തിന് അത്ഭുതമൊന്നും ഉണ്ടായില്ല. എന്നാൽ ദേവന്മാർ ഇതിൽ അത്ഭുതം കൂറി.
അഭിനന്ദന സൂചകമായി പുഷ്പവൃഷ്ടി നടത്തി അവർ അദ്ദേഹത്തിന് ആശംസകൾ നേർന്നു. ഈ സംഭവത്തെ തുടർന്ന് ഭക്താഗ്രേസരനായ നാരദമുനി കൃഷ്ണനെ ഏകാന്തത്തിൽ സന്ദർശിച്ച് ഇപ്രകാരം പറഞ്ഞു: പ്രിയപ്പെട്ട കൃഷ്ണ, അങ്ങ് അപരിമേയനായ പരമാത്മാവാണ്. സർവവിധമായ യോഗശക്തികളുടെയും പരമനിയാമകൻ, പ്രപഞ്ചങ്ങളുടെ മുഴുവൻ അധിനായകൻ, സർവവ്യാപിയായ പരമദിവ്യോത്തമ പുരുഷൻ, പ്രപഞ്ച പ്രത്യക്ഷത്തിനു മുഴുവൻ ആധാരമാണങ്ങ്. ഭക്തന്മാരുടെ എല്ലാം അധിനായകൻ, എല്ലാവർക്കും ഈശ്വരൻ, പ്രിയപ്പെട്ട പ്രഭോ, ജീവാത്മാക്കൾക്കു മുഴുവൻ പരമാത്മാവായി ഇന്ധനങ്ങളിൽ അഗ്നി എന്ന പോലെ അങ്ങ് അവരുടെയൊക്കെ ഹൃദയങ്ങളിൽ മറഞ്ഞിരിക്കുകയാണ്. ജീവാത്മാക്കളുടെ എല്ലാം സർവവിധ കർമ്മങ്ങൾക്കും അങ്ങു സാക്ഷിയാണ്. അവരുടെ ഹൃദയങ്ങളിൽ അങ്ങ് പരമനിയാമകനായി കുടികൊള്ളുന്നു. അങ്ങ് ആത്മാരാമനാണ്. സൃഷ്ടിക്കു മുമ്പും അങ്ങ് ജീവിച്ചിരുന്നു. സ്വന്തം ശക്തി കൊണ്ട് അങ്ങ് ഈ ഭൗതിക പ്രപഞ്ചത്തെ സൃഷ്ടിച്ചു. ഹരേ കൃഷ്ണ.